വിഴിഞ്ഞോണ് വിഴിഞ്ഞോന്ന് പറയുമ്പോൾ ഫ്രഷ് മീനാണ് കണ്ടല്ലോ കിലോ കണക്കിന് സാധനമാണ് കിലോ കണക്കിന് റെഡിയാക്കി ചെയ്യുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതൊക്കെ കഞ്ഞി കണ്ട വറക്കിലെടുത്ത് കൊടുത്തോണ്ടിരിക്കണം എല്ലാവർക്കും. ഹായ് ഫാമിലി, വെൽക്കം ബാക്ക് മൈ ചാനൽ മിറാഷ് ടൈം. ഞാൻ നിൽക്കുന്നത് പാളയത്താണ്. പാളയത്ത് അറിയാലോ, അതിമനോഹരമായ കാഴ്ചയാണ്. എന്റെ ബാക്കിൽ കാണുന്നത് ക്രിസ്ത്യൻ പള്ളി, തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളി, തൊട്ടപ്പുറത്തുണ്ടോ ക്ഷേത്രം, അത് പണികൊണ്ടിരിക്കുന്ന ക്ഷേത്രം. ഞാനിപ്പോ നിൽക്കുന്നത് പാളയം പള്ളിയുടെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മൾ നോമ്പ് പ്രമാണിച്ച് നോമ്പായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരുക്കങ്ങൾ, നമ്മൾ നോമ്പിൽ ഇനിയിപ്പോൾ നോമ്പ് മുറിക്കാനുള്ള ഒരുക്കങ്ങൾ എന്തെന്ന് അറിയാനാണ് നമ്മൾ ഇത് ശ്രമിക്കുന്നത്. അപ്പൊ അതിലോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ കണ്ടാ. ഓക്കെ, ഇവിടെ തന്നെ പുതിയ ഐറ്റംസ് പയ്യൻ ഇപ്പോഴും സ്റ്റാർട്ടിങ് ആണ്. എന്തെല്ലാം പുതിയ ഐറ്റംസ് കണ്ടാ നോമ്പ് മുറിക്കാനുള്ളത്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതൊക്കെ? ഇതെന്താണ്? ചിക്കൻ കിഴിയാണ്. ഇത് മുട്ട സൂർക്ക, ഇത് ചിക്കന്റെ തന്നെ മഞ്ഞ അടയെന്ന് പറയും. ഇത് ചിക്കൻ മടക്ക്, ഇത് ഇറച്ചിപ്പത്തിരി ചിക്കനാണ്. ഇത് സാധാരണ നമ്മൾ ഉള്ള ചിക്കൻ റോളാണ്. ഇത് സമൂസ. ഇത് സമൂസ ചിക്കൻ ഉണ്ട്, വെജ് ഉണ്ട്, പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. ഇത് സ്വീറ്റ് അടയാണ്, വടക്കൻ ഓട്ടടാന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഗോതമ്പ് പാലാണല്ലേ? ഇത് റമദാൻ സ്പെഷ്യൽ. ഇത് കൽമാസ് എന്ന് പറയും, ചിക്കനാണ് ഇതിൽ ഉള്ളിൽ വരുന്നത്. അരിമാവിന്റെ ഉള്ളിൽ ചിക്കനാണ്. ഇത് വന്നിട്ട് കിളിക്കൂട് എന്ന് പറയും, ചിക്കൻ തന്നെയാണ് ഇതിന്റെ. ഇത് കപ്പ് ഷവർമ, ഷവർമയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, അതുൾപ്പെടെ മറ്റു സാധനമാണ്. ഇത് ചപ്പാത്തി ഷവർമ, ഇത് പിന്നെ ഇത്ര ഐറ്റങ്ങളാണ് ഉള്ളത്. ഇവിടെ എത്ര മണിക്ക് സാധനങ്ങൾ ഇതെല്ലാം പള്ളിക്കകത്ത് ഇപ്പൊ ഒരുക്കങ്ങൾ എപ്പോഴാണ് കൂടുതൽ പറഞ്ഞത്? എല്ലാ സാധനങ്ങളും എന്തായാലും ഒരു 5 മണിയോട് കൂടിയാണ് ഒരുക്കങ്ങളെല്ലാം തുടങ്ങുന്നത്. അസറിന് ശേഷമായിരിക്കും, 4:30 4:45 ശേഷമായിരിക്കും. ഇവിടെ അസർ ലേറ്റ് ആയിട്ടാണ്, ഒരു 4:45 ആകുമ്പോഴായിരിക്കും നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരുക്കങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മള് പാളയം പള്ളിക്കകത്ത് കയറി. പക്ഷെ അവിടെ ഇനി കഞ്ഞി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ സാധാരണ പള്ളി നോമ്പ് പിടിക്കുന്ന സമയത്താണ് ആൾക്കാരെല്ലാം വന്ന് കഴിക്കുന്നത്, എല്ലാവരും കൊടുക്കുന്നത്. അതിന് മുമ്പേ പാർസൽ കുറച്ച് ആൾക്കാർ മാറ്റിട്ട് പോകും. ഈ നിസ്കാര സമയം കഴിഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ ലേറ്റ് ആവും. നമുക്ക് ഇനി ബാക്കിയുള്ള പള്ളികളിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ ഈ സംസ്ഥ റെസ്റ്റോറന്റ് ഏരിയ ഉണ്ട്, ആ ഏരിയ നമുക്ക് നോക്കാം. അതൊക്കെ ഓണാവൂല. ഇപ്പൊ അവരെല്ലാം ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അവർ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓണാവണെന്ന് പറയുന്നത് ഏകദേശം ഒരു നോമ്പ് പിടിക്കുന്ന സമയം കഴിഞ്ഞ് ഓണാവുള്ളൂ. ജസ്റ്റ് അങ്ങോട്ട് നോക്കാം. ഓക്കെ, നോമ്പായതുകൊണ്ടാണ് കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. നോമ്പ് സമയത്തെ തുറക്കുള്ളൂ, നോമ്പ് പിടിക്കുന്ന സമയത്ത് ഓപ്പൺ ആവുള്ളൂ. അവരെല്ലാം റെഡിയാണ്, ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയമാകുമ്പോഴും ഓപ്പൺ ആവും ഇവിടെ എല്ലാ ഷോപ്പും. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത പള്ളിയിലോട്ട് പോവുകയാണ്. അവിടെ പള്ളിയിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി പാർസൽ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരും, അവർ കൊടുക്കും. പക്ഷെ നോമ്പ് മുറിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർ കൊടുക്കുള്ളൂ. അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഇപ്പം ചെയ്യും അവർ. അപ്പൊ അടുത്ത പള്ളിയിലോട്ട് പോകാനുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നേരത്തെ ഇറങ്ങിയത്. ഇനി അവിടെ പോയിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഈ സംഭവങ്ങളെല്ലാം കാണിക്കണം. ഓക്കെ, അങ്ങോട്ട് പോവാം. നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ചാലപ്പള്ളി പോകുന്നത്. കാര്യം ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്, ഈസ്റ്റ് കോട്ടാണ്. കണ്ടല്ല, വണ്ടി ഇടാൻ കണ്ടല്ല, ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി പാർക്കിങ്ങിൽ കയറും. പാർക്കിംഗ് ഉണ്ടോ ഫുള്ളാണോന്ന് അറിയില്ല. കയറിയിട്ട് നമ്മൾ ചാലപ്പള്ളി പോവുകയാണ്. ഓക്കെ, നടന്ന് ഓടിയേ പോകാൻ പറ്റുള്ളൂ, സമയമില്ല. സംഭവം നോക്കിയാൽ കണ്ട, ഇതെന്ത് നമ്മൾ എങ്ങനെ ഓടിയെത്തും? ഓട്ടോക്കാരൻ സൈഡിൽ കൊണ്ട് പിടിച്ചേക്കുന്നു. എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്യുന്നു, പടപട പോകുന്നു, സമയമില്ല. സമയമില്ല. ഫുള്ള് പാർക്കിംഗ് ആണ്, ഭയങ്കര ടൈറ്റ് ബ്ലോക്ക് ആണ്. കണ്ടോ, ഫുള്ള്. ഫുള്ള് ചാല മാർക്കറ്റാണ്, തിരക്കുണ്ട. ഫുള്ള് എപ്പോഴും തിരക്കായിരിക്കും. ഫുൾ തിരക്കാണ്, ബ്ലോക്കാണ്.
ഇത് ചാലപ്പള്ളിയാണ്. ഇവിടുത്തെ നോമ്പ് തുറക്കാനുള്ള അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ പുറത്താണ്, പുറഭാഗത്താണ്. കണ്ടോ, ബിസിനസ് അടിപൊളിയായി തകർക്കുകയാണ്. സമൂസ, വടകൾ ഐറ്റംസ്. ചാലപ്പള്ളിക്കകത്ത് നോമ്പ് കഞ്ഞി, മെയിനായിട്ട് നോമ്പ് കഞ്ഞിയാണല്ലോ. നോമ്പ് കഞ്ഞി വാങ്ങിയ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പം നമുക്കത് നോക്കാം. നമസ്കാരം കഴിഞ്ഞിട്ട് ആണ് കൊടുക്കുന്നത്. നമസ്കാരം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പാർസലെല്ലാം വാങ്ങിച്ചിട്ട് പോവുകയാണ്. അപ്പം നോമ്പ് കഞ്ഞി ആൾക്കാരെല്ലാം വാങ്ങിച്ചിട്ട് പാർസൽ വാങ്ങിച്ചിട്ട് പോവുകയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതെല്ലാം നോമ്പ് മുറിച്ചതിന് ശേഷം ആൾക്കാർ നോമ്പ് മുറിക്കുന്ന സമയത്ത് വന്നിരുന്നിട്ട് കഴിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ എല്ലാവരും പാർസലാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. നല്ല തിരക്കാണ്. അതാ കഞ്ഞി കണ്ട പാർസലെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും. എല്ലാം ഫില്ലാവും. കഞ്ഞി, പിന്നെ ഫ്രൂട്ട്സ്, ഇതിൽ വന്നിട്ട് വെള്ളം, അതായത് നമ്മൾ തണുത്ത വെള്ളം, അതായത് ചിലപ്പോൾ സർവത്തായിരിക്കാം, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതായത് സർവത്ത് അല്ലെങ്കിൽ ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. തണ്ണിമത്തൻ ജ്യൂസ്. ഇതിൽ ഫ്രൂട്ട്സ് കാണും, ഇതിൽ വെള്ളം എന്തെങ്കിലും കാണും, ഇതിൽ കഞ്ഞിയായിരിക്കും. പിന്നെ അങ്ങനെ ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഫുൾ ആൾക്കാർ ഇരുന്ന് കഴിക്കും. ഇതിപ്പോൾ പാർസലാണ്. ഒരു വീട്ടിലും പിന്നെ അടുത്തുള്ള കടകളിൽ മാറ്റിട്ട് പോകണം പാർസലാണ്. തിരക്ക് കണ്ടാ, ഫുള്ള് തിരക്കാണ് ഇപ്പോൾ. ഇപ്പൊ ഏകദേശം ഈ സമയത്ത് എല്ലാ പള്ളികളിലും ഈ കഞ്ഞിക്കിനെ കൊടുക്കും പാർസല്. അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോയാലും ചിലപ്പോൾ കാണാൻ പറ്റില്ല, തിരക്കായിരിക്കാം. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ എന്തായാലും വിഴിഞ്ഞ ഭാഗത്തോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ നമ്മള് പോണത്, നമ്മള് പാളയത്ത് നിന്ന് ഇറങ്ങി നേരെ ചാലപ്പള്ളി വന്നു. ചാലപ്പള്ളി വന്നപ്പോഴും പാർസൽ ഇത് കൊടുത്തു തുടങ്ങി. ആൾക്കാരെല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണക്കാട് പള്ളി. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഏകദേശം 3 പള്ളിയായി. മണക്കാട് പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ നേരെ വിഴിഞ്ഞം വിടുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് കണ്ടത് ഇവിടെ മണക്കാട് പള്ളിയാണ്. മണക്കാടല്ല, ഈ മണക്കാട് പോണ വഴിയിലുള്ള പള്ളിയാണ്. ഇപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലത്തെല്ലാം തിരക്കായിരിക്കും. നമ്മൾ എല്ലാ സ്ഥലത്തും ഇറങ്ങി കയറി പോകാൻ പറ്റില്ല. നമുക്ക് മെയിനായിട്ട് അങ്ങ് വിഴിഞ്ഞത്ത് പോകണം. ഇരുട്ടുന്ന വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞം പള്ളി ജസ്റ്റ് ഒന്ന് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നോമ്പ് മുറിക്കണം. അത് എവിടെയാണ് നമുക്ക് സൗകര്യം അവിടെയൊക്കെയാണ്. എത്രയാണ് 300 വണ്ടിക്ക? അപ്പൊ നമ്മള് വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞ പള്ളി, ഹാർബർ. ഇവിടെ തന്നെ ഹാർബറിൽ തന്നെ ഒരു 3-4 പള്ളിയുണ്ട്. ഇവിടെ തന്നെ കണ്ട 1, 2, 3 പള്ളി ഇവിടെ കാണാം. അപ്പുറത്തൊരു പള്ളിയുണ്ട്, ചെറിയ പള്ളി. 4 പള്ളിയുണ്ട്. അപ്പൊ നോമ്പ് മുറിക്കാനുള്ള സമയം നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം. ഇതൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ഇവിടെ തന്നെ ഹോട്ടൽ ഏരിയ ഉണ്ട്. അതായത് അപ്പുറത്തെ ഉണ്ടോ, അത് അപ്പുറ സൈഡിൽ ഇപ്പോഴത്തെ പോർട്ടാണ്. പോർട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കാണുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തോട്ട് പിന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്, വന്ന് കിടപ്പുണ്ട്. പിന്നെ ഇത് ഫിഷർമാൻസ് ഇവിടെ കണ്ട. ഇവിടെ ഫിഷർമാൻസ് ഇരുന്നിട്ട് പല എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം, ജസ്റ്റ് നോക്കാം. ഇവിടെ മൊത്തം 4 പള്ളി ഉണ്ടല്ലേ? അത് അവിടെയും 1, 2, 3, 4 പള്ളിയുണ്ട്. 5 എണ്ണം ഉണ്ടല്ലേ? ഓഹോ മുകളിലോട്ട് നമ്മൾ വന്നപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കടൽ വിഭവങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും.
ഈ കടലിന്റെ തൊട്ടടുത്തായതുകൊണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് അതായത് നമ്മളെ ഈ മെയിനായിട്ട് ഈ ഫിഷിന്റെ ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ, അതായത് റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് കടൽ തീരം അപ്പുറത്ത് ഉസ്താവ് ഹോട്ടൽ ഇവിടെ കുറേ ഉണ്ട്. അപ്പൊ എല്ലാം ഓണാവുന്നുണ്ട്. അവിടെ വേറെ ഒന്ന് സീ ഫുഡാണ്, എല്ലാം സീ ഫുഡ് ഐറ്റംസ് ആണ്. ഇങ്ങനെയാണ് വല ഉണ്ടാക്കണം. നമ്മൾ കടലിൽ പോയി നമ്മൾ മീൻ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കും. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കണ്ട ഒരു വല സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് വല. പൊളിയാണ്, പൊളി. കാണാൻ നല്ല ഭംഗിയാണ്. കളർ കണ്ട പച്ച വെള്ള അങ്ങനെ മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ ഇടയിൽ നെറ്റ് വരും അല്ലേ? ഇതിൻ്റെ ഇടയിൽ നെറ്റ് വരും. അത് ഇത് തന്നെ നെറ്റ് വരും. ഒരു സൈഡിൽ നെറ്റ് ഫുള്ള് വരും. അതുകൊണ്ട് അവിടെ ചെയ്യുന്നുണ്ട്, വേറെ അപ്പുറം 2 ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം നോമ്പാണ്. നോമ്പ് സമയം അവർ നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി അവിടെ നോമ്പ് മുറിക്കും. അവർ ആ സമയം വരെ അവിടെ പണി ചെയ്ത് അവർ സമയം വരെ വെയിറ്റ് ചെയ്ത് വെറുതെ ഇരുന്ന് നോക്കാതെ അവരെ പണിയിലോട്ട് പോയാണ്. അവർ കടലിൽ പോകാൻ വേണ്ടി വല ഉണ്ടാക്കുന്നു, നെയ്യുന്നു. അതിനടുത്ത് ബാക്കി നോമ്പ് മുറിക്കാനുള്ള സമയം ഇനി ഏകദേശം എത്ര ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് അടുപ്പിച്ചുള്ളൂ. ആ സമയം വരെ അവർ വെയിറ്റ് ചെയ്ത് ഇരിക്കാതെ അവരെ പണികളിലോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്ക് അകത്തോട്ട് പോവാം. വാ, ഇത് ഒരു ഹൗളാണ്. നമ്മൾ നിസ്കരിക്കുന്ന മുമ്പേ ഇതിലെല്ലാം വൃത്തിയാവണത്. ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാലപ്പള്ളി ഇപ്പോൾ അവിടെ കഞ്ഞിയാണ്. ഇവിടെ ഈ പള്ളിയിൽ നെച്ചോറ്, ചിക്കനോ മട്ടനോ എന്തോ കറിയാണ്. പിന്നെ എല്ലാം ഇവിടെ വേറെ സ്റ്റൈലാണ്. ഓരോ പള്ളിയിൽ ഓരോ സ്റ്റൈൽ. ചില സ്ഥലത്ത് ഇറച്ചി കഞ്ഞിയാണ്, ചില സ്ഥലത്ത് അല്ലാത്ത കഞ്ഞിയാണ്, ചില സ്ഥലത്ത് പയറും പിന്നെ അങ്ങനത്തെ നമ്മളെ കപ്പ അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ കണ്ട ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. സൂപ്പർ അടിപൊളിയായി. ഇതെല്ലാം കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് നോമ്പ് കുടിക്കണം. നമുക്കിനി പുറത്തോട്ട് പോകും. ഏകദേശം നോമ്പ് മുറിക്കാൻ സമയമായി. നമുക്ക് സമയമില്ല, അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോഴും വന്ന് പള്ളിയിൽ കയറി നോമ്പ് മുറിക്കണെല്ലാം കണ്ടു. ഇനി അടുത്ത അവിടെ നിന്ന് ആൾക്കാർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് ഫിഷ് ഇഷ്ടമുള്ള ഫിഷുകൾ ഇവിടെ വന്ന് കഴിക്കുകയും ചെയ്യും. അതിപ്പം ഒരു ഓണായിട്ടില്ല, അവരെ വെറൈറ്റി സാധനങ്ങളാണ്. അതാ എല്ലാം മസാല വെറൈറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം എനിക്ക് ഗ്രിൽഡാണല്ലേ? എല്ലാം ഗ്രിൽഡാണ്. ഈ സാധനം എന്തിനാണ്? ഹമോറാണ്. ഇത് കിലോ എത്ര വിലയാണ്? കിലോയ്ക്ക് 850 രൂപയാണ്. സൂപ്പർ സാധനമാണ്. ഇത് പുള്ളിയാണ് ഇതിന്റെ ഓണർ. മസാല പുള്ളിയുടെ സ്പെഷ്യൽ മസാലയാണ്. അടുത്തതാ ഇത് ചെമ്പല്ലിയുടെ കറുപ്പ്. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് മീനാണ്, ഒറിജിനൽ മീനാണ്. കറക്റ്റ് എല്ലാം ഒറിജിനൽ. നമ്മുടെ പ്രാവശ്യം വന്നാൽ പിന്നെ ആളങ്ങോട്ട് പോകില്ല. പിന്നെ ഇതിനകത്താണെങ്കിൽ ചെമ്പല്ലി, ചെറിയ മീൻ എന്താണ്? ചെമ്പല്ലി വിളമീനാണത്. ശരി, കൊരലി എന്നൊക്കെ പറയും. ഇത് വിഴിഞ്ഞോന്ന് പറയുമ്പോൾ ഫ്രഷ് മീനാണ്. കണ്ടല്ലോ, ഈ ഓരോ സാധനത്തിന് എത്ര കിലോ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് 1 കിലോയ്ക്ക് എത്ര വില? 850 1 കിലോ വിലയുള്ള സാധനമാണ്. അമൂർ അല്ലേ? ഇതിന്റെ ഗ്രില്ലാണ്. ഓക്കെ, ഇതേപോലെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഈ ഷോപ്പിലുണ്ട്. സൂപ്പർ മസാലയാണ്, നല്ല മണം. ഇത് ഇവിടുത്തെ സ്റ്റാഫുകൾ വെളിയിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം കൊടുക്കാനുള്ള നോമ്പ് മുറിക്കാനുള്ള സാധനമാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഗസ്റ്റുകളെല്ലാം കഴിക്കാൻ വരും. നോമ്പ് മുറിക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകും. ഇവിടെ ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകും. അവർ റെഡി ആയിരിക്കണം. ഓക്കെ, അവരെ മസാല വേണ്ടിയ സാധനങ്ങൾ ഇത് എനിക്കൊന്ന് കണവയാണ്. കണവ ഇതെന്താണ് സാധനം? നെയ്മീൻ മസാല വെട്ടി വെച്ചിരിക്കുകയാണ്. കൊഞ്ച് കണ്ടല്ലോ, സൂപ്പർ ഐറ്റം മസാല വെട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത മീനിന്റെ മുട്ടയാണ്. എല്ലാം മസാല വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മീനിന്റെ മുട്ട, ഞണ്ട്. ഇവിടെ എപ്പോഴും ഫ്രഷ് മീൻ കിട്ടും. കണ്ടല്ലോ, കടപ്പുറമാണ്, കടലിന്റെ സൈഡിലാണ് മീൻ പിടിച്ചോണ്ടിരും. ഇവർ തന്നെ ഫസ്റ്റ് നോക്കിയിട്ട് ഫ്രഷ് മീൻ ഇവർ തന്നെ വാങ്ങിച്ച് കളക്ട് ചെയ്ത് ഇവർ തന്നെ മസാല വെട്ടി അപ്പോഴേ ഇതിൻ്റെ അകത്ത് കയറ്റുകയാണ്. വൈകിട്ട് ഭയങ്കര തിരക്കാണ്. നൈറ്റിലാണ് ഇവിടെ എല്ലാ ബിസിനസ്. അടുത്തതാ ഇത് കക്കയാണ്. കക്കയിലെ ചിപ്പി അല്ലേ? ചിപ്പി മസാല വെട്ടി വെച്ചിരിക്കുകയാണ്. അടുത്ത വേളാപ്പാര കട്ട് പീസാണ്. ഇത് കസ്റ്റമർ വരുമ്പോൾ ഇവിടെ കഴിക്കാൻ പറഞ്ഞ സമയത്ത് ചൂടോട്ട് ഫ്രൈ ചെയ്ത് അപ്പം ചൂടായിട്ടുള്ളൂ. ഞണ്ട് ഇഷ്ടം പോലെ ഞണ്ട്. കിലോ കണക്കിന് സാധനമാണ്, കിലോ കണക്കിന് റെഡിയാക്കി വെക്കുന്നത്. ആൾക്കാർ വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്കിട്ട് വരാൻ പറ്റില്ല. നമുക്കൊന്ന് നോക്കാം. നമുക്ക് അടുത്ത ആ പള്ളിയിലോട്ട് പോവാം. സമയം ഏതാനും നിമിഷങ്ങളൂടെ ഉള്ളൂ. പിന്നെ ഇത് ഇവിടുത്തെ നമ്മളെ ഫേമസ് ആയിട്ടുള്ള സീ ഫുഡിന്റെ ഹോട്ടലാണ് ഉസ്താദ് ഹോട്ടൽ. ഓക്കെ, നമുക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടില്ല.
ആ ദൂരോട്ട് കാണുന്നുണ്ടോ വിഴിഞ്ഞം പോർട്ടിന്റെ പണികളൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ. പിന്നെ ഇതെല്ലാം ബോട്ട്, അതായത് അവര് ഇപ്പൊ നോമ്പ് സമയമായതുകൊണ്ട് ബോട്ടെല്ലാം അതുപോലെ നാളെ ഞായറാഴ്ചയാണ്, അപ്പൊ അതിൻ്റെയും കൂടെ ഇതുണ്ട്. ബോട്ടുകളെല്ലാം കണ്ട് ഒതുക്കിയിട്ടേക്കുന്നു. ചില ബോട്ടിലെല്ലാം ഫുള്ള് ബോട്ടിൽ ഒതുക്കിയിരിക്കുന്നു ഇവിടെ കണ്ടോ. എല്ലാരും നോമ്പുറിക്കുകയാണ്. ബാങ്കുളിച്ചോടെ തന്നെ നോമ്പുറിക്കുന്ന സമയമാണ്. ഇന്ന് കണ്ടല്ലോ എല്ലാരും നോമ്പുറിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വന്നിട്ട് ഈ പള്ളികളെല്ലാം കണ്ട് അവിടുത്തെ എല്ലാ പള്ളികളുടെ ഒരുക്കം, അതായത് നോമ്പ് മുറിക്കുന്ന ഒരുക്കം നമ്മൾ കണ്ടു. പക്ഷെ പല സ്ഥലത്തും പല രീതിയാണ്. നമ്മൾ അവിടെ നിന്ന് ചാല കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് വിഴിഞ്ഞം വന്നു. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റിൽ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയത്താണ് തുടങ്ങി. നമ്മൾ ലാസ്റ്റിൽ ഇവിടെ എത്തിയതുകൊണ്ട് വിഴിഞ്ഞത്തെത്തിയപ്പോൾ ഇവര് നോമ്പ് കൊടുത്ത് കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. അടുത്ത അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പം വീഡിയോ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇതിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഞെക്കണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.